കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. ആനയിറങ്ങലിന് സമീപം പുതുപ്പരട്ടിയിലാണ് ചക്കക്കൊമ്പൻ ഇറങ്ങിയത്. RRT സംഘമെത്തി കാട്ടാനയെ തുരത്തി. സന്ദീപ് രാജാക്കാട് വിശദാംശങ്ങളുമായി. സന്ദീപ്, വീണ്ടും ചക്കക്കൊമ്പൻ എത്തി. യേഷ്കുമാർ, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ജനവാസ മേഖലയിൽ ഈ ആക്രമണകാരിയായിട്ടുള്ള ചക്കക്കൊമ്പൻ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. RRT സംഘം നിരന്തരമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആന കൂടിയാണ് ചക്കക്കൊമ്പൻ. ഇന്ന് രാവിലെ ഏതാണ്ട് ഒരു 10 മണിക്ക് മുൻപായിട്ടാണ് ഈ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പുതുപ്പരട്ടിന് സമീപം ഈ കാട്ടാന ഇറങ്ങുകയും ഈ സമയത്ത് റോഡിലൂടെ വാഹനങ്ങൾ എത്തുന്നുണ്ടായിരുന്നു. എന്നാൽ ദൂരെ നിന്ന് കാണാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ ആനയുടെ അടുത്തേക്ക് വാഹനങ്ങൾ എത്തിയിരുന്നില്ല. ഇതിനോടൊപ്പം തന്നെ ഈ മേഖലയിൽ തന്നെ RRT സംഘം ഉണ്ടായിരുന്നത് കൊണ്ട് വളരെ വേഗത്തിൽ തന്നെ RRT സംഘം എത്തി ഇവിടെ നിന്നും താഴ്ഭാഗത്തേക്ക്, ആനയിറങ്ങലിന്റെ താഴ്ഭാഗത്തേക്ക് ആനയെ മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഈ മേഖലയിൽ മറ്റ് പല പ്രദേശങ്ങളിലായിട്ട് BL റാം അടക്കമുള്ള മേഖലകളിലായിട്ട് വിവിധയിടങ്ങളിൽ 5ഉം 8ഉം കൂട്ടങ്ങൾ അടങ്ങുന്ന കാട്ടാനകൾ കൃഷിയിടങ്ങളിൽ തമ്പടിച്ചു നിൽക്കുന്ന ഒരു സ്ഥിതി കൂടി ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായിരുന്നാലും RRT സംഘം കാര്യക്ഷമമായി നിരീക്ഷിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും കൃഷിനാശം ഉണ്ടാകുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ യാതൊരു വിധമായിട്ടുള്ള ഇടപെടലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നുള്ള ആരോപണം കർഷകരാകെ ഉന്നയിക്കുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന, ഇല്ലെങ്കിൽ വിനോദസഞ്ചാരികൾ അടക്കമുള്ള ആളുകൾ യാത്ര ചെയ്യുന്ന കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നിരന്തരം ആക്രമണകാരിയായിട്ടുള്ള ചക്കക്കൊമ്പന്റെ ഒരു സാന്നിധ്യം ഉണ്ടാകുന്നത്. ഇവിടെ ഈ ചക്കക്കൊമ്പനെ നിരീക്ഷിക്കാൻ വേണ്ടി മാത്രം ഇപ്പോൾ RRT സംഘം നിലനിൽക്കേണ്ട ഒരു സ്ഥിതി കൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും ഇന്ന് രാവിലെ ഇറങ്ങിയ ആനയെ കാട് കയറ്റിയിട്ടുണ്ട് നികേഷ് കുമാർ.